ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ എൻ സൗഖ്യമായി. ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45 സങ്കീർത്തനം 7 വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദൂഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവം നമ്മെ വിളിക്കുന്നത് നീതി പാലിക്കപ്പെടുവാൻ മാത്രമല്ല, നീതിയെ സ്നേഹിക്കുവാൻ കൂടിയാണ്. നീതി എന്നത് സത്യം നിലനിർത്തി ന്യായം പ്രവർത്തിച്ച് ദൈവഭയത്തോടെ ജീവിക്കുക എന്നതാണ്. നീതിയെ സ്നേഹിക്കുന്നവർ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നടക്കും. ദുഷ്ടതയെ ദ്വേഷിക്കുക എന്നത് ആളുകളെ ദ്വേഷിക്കുക എന്നല്ല, പാപത്തെ നിരസിക്കുക എന്നതാണ്. അഭിഷേകം ഒരു യാദൃച്ഛിക അനുഗ്രഹവുമല്ല, നീതിയോടുള്ള സ്നേഹത്തിൻ്റെ ഫലമാണ്. ദൈവം സന്തോഷത്തിൻ്റെ തൈലമൊഴിക്കുന്നത് വിശുദ്ധി നടന്ന് സത്യത്തിൽ ഉറച്ചു നിന്ന് ദൈവ ഇഷ്ടം തിരഞ്ഞെടുത്ത് ജീവിക്കുമ്പോഴാണ്. ലോകം നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്, എന്നാൽ ദൈവം നൽകുന്ന ആനന്ദം എന്നെന്നും നിലനിൽക്കുന്നതും. പ്രിയരെ, നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ ദൂഷിക്കുകയും ചെയ്യുന്ന ജീവിതത്തിലേക്ക് നമുക്ക് ഈ നാളുകളിൽ മടങ്ങി വരാം. അപ്പോൾ അവൻ തൻ്റെ അഭിഷേകവും ആനന്ദവും നമ്മുടെ മേൽ പകരപ്പെടും. പ്രാർത്ഥിക്കാം. കർത്താവേ, നീതിയെ സ്നേഹിക്കുവാനും ദുഷ്ടതയെ ദൂഷിക്കുവാനുമുള്ള കൃപ ഈ നാളുകൾ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.